ഇന്ന് CBSE 10th ഗ്രേഡിൻ്റെ ഹിസ്റ്ററി ഇന്ത്യ ആൻഡ് ദി കോണ്ടംപററി വേൾഡിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററാണ് നോക്കുന്നത്. ദ റൈസ് ഓഫ് നാഷണലിസം ഇൻ യൂറോപ്പ്. അതിൽ ഫസ്റ്റ് പേജിൽ തന്നെ നമുക്ക് കാണുന്നത് ഒരു പെയിൻറ്റിംഗ് ആണ്. ഫ്രെഡറിക് സുറോവിൻ്റെ ഒരു ഫ്രഞ്ച് ആർട്ടിസ്റ്റായ അദ്ദേഹത്തിൻ്റെ ഒരു പെയിൻറ്റിംഗ് ആയിരുന്നു. അപ്പോൾ ആ പെയിൻറ്റിങ്ങിനെ കുറിച്ചിട്ടാണ് നമ്മോട് പറയണത്. അപ്പോൾ ആ പെയിൻറ്റിങ്ങിൽ അദ്ദേഹം പെയിൻറ്റ് ചെയ്തത് എന്താണ്? 4 ബ്യൂട്ടിഫുൾ പിക്ചേഴ്സാണ് അതിൽ കൊടുത്തിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാട് ഡെമോക്രാറ്റിക്കും സോഷ്യൽ റിപ്പബ്ലിക്കുമായിട്ടുള്ള 2 കാര്യങ്ങളെ ഉൾപ്പെടുത്തിയിട്ടുള്ള പെയിൻറ്റിംഗ് ആണത്. അപ്പോൾ ആദ്യം നമുക്ക് ഡെമോക്രാറ്റിക് എന്താണെന്ന് അറിയണം അല്ലേ? അപ്പോൾ നമുക്കിതൊരു കഥ പോലെ മനസ്സിലാക്കാം. ഒരു കിങ്ഡം എന്ന് ആലോചിക്കുക. കിങ്ഡം എന്ന് പറഞ്ഞാൽ എന്താണ്? രാജാവ് ഭരിക്കുന്ന സ്ഥലത്തിനാണ് കിങ്ഡം എന്ന് പറയുക. അവിടെ കിങ് ആണ് എല്ലാം ഭരിക്കുന്നത്. അയാൾ തന്നെയാണ് നിയമങ്ങൾ ഉണ്ടാക്കുന്നത്. അയാളുടെ വാക്കാണ് അവിടുത്തെ അവസാനത്തെ വാക്ക്. ആളുകൾക്ക് ഒന്നും പറയാൻ പറ്റില്ല. അതിന് പറയുന്ന വേർഡാണ് മൊണാർക്കി അല്ലെങ്കിൽ ഓട്ടോക്രസി. അപ്പോൾ അവിടെ രാജാവാണ് എല്ലാ കാര്യങ്ങളും പറയണതും ഭരിക്കുന്നതും രാജാവാണ്. ഓക്കെ, അങ്ങനെ അവിടുത്തെ ആളുകൾക്ക് വെറുപ്പായി, ഭയങ്കരമായിട്ട് ദേഷ്യമായി തുടങ്ങി ഈ രാജാവിൻ്റെ ഭരണം കൊണ്ട്. അപ്പോൾ അവർ എന്ത് വിചാരിക്കുകയാണ്? ഈ രാജാവിനെ എടുത്ത് കളഞ്ഞിട്ട്, ഈ മൊണാർക്കി സിസ്റ്റം എടുത്ത് കളഞ്ഞിട്ട്, മോണോ എന്ന് നമ്മൾ പറയാറില്ലേ, ഒന്ന്. അപ്പോൾ ഒരാൾ ഭരിക്കണതിനാണ് മോണോ ആർക്ക് എന്ന് പറയുന്നത്, കിങ് അല്ല ഭരിക്കണത്. അപ്പോൾ ഈ ആളുകളൊക്കെ കൂടിയിരുന്നിട്ട് അവർ പറയണം, നമുക്ക് ഈ രാജാവിനെ എടുത്ത് വലിച്ചെറിഞ്ഞ് കളഞ്ഞിട്ട് നമ്മളുടെ ഇടയിൽ നിന്ന് തന്നെ നമുക്കൊരു ലീഡറിനെ ചൂസ് ചെയ്യുക, എന്നിട്ട് അതിനൊരു ഗവൺമെൻറ് ആക്കി മാറ്റാം. എന്നിട്ട് അതിൽ ഹെഡ് ആയിട്ടുള്ള ആളെ പ്രസിഡൻ്റ് എന്ന് വിളിക്കാം. ഈ ആളുകളെ നമുക്ക് എന്താ പറയുക, ആളുകൾ എലക്ട് ചെയ്യട്ടെ, ആളുകൾ തന്നെ തിരഞ്ഞെടുത്തിട്ട് ഒരു ലീഡറിനെ സെലക്ട് ചെയ്യാം എന്നൊക്കെ ആളുകൾ അവിടെ ആ നാട്ടിലത്തെ ആൾക്കാർ തീരുമാനിക്കുന്നതാണ്. ഇതിനെയാണ് പറയുന്നത് എന്തെന്ന്? റിപ്പബ്ലിക്. മനസ്സിലായ? അപ്പോൾ ഇതിൻ്റെ അർത്ഥം പവർ ആരെ കയ്യിലായിരിക്കും? ഈ ആളുകളുടെ കയ്യിലായിരിക്കും. അല്ലാണ്ട് ഈ റോയൽ ഫാമിലിയായ രാജാവിൻ്റെ കയ്യിലായിരിക്കില്ല എന്ത് പവർ ആരുടെ കയ്യിലായിരിക്കും? ആളുകളുടെ കയ്യിൽ. ഇതിനാണ് പറയുക റിപ്പബ്ലിക്. അപ്പോൾ ഈ റിപ്പബ്ലിക് എന്നുള്ള വാക്കും അതിൻ്റെ അർത്ഥങ്ങൾ എന്താണെന്നുള്ളതും ആദ്യം ഒന്ന് മനസ്സിൽ റെഡിയാക്കി വെക്കുക. ഇനി അടുത്തത് ഡെമോക്രാറ്റിക് എന്നുള്ള വേർഡ് ഈ റിപ്പബ്ലിക്കിൻ്റെ കൂടെ അങ്ങോട്ട് കൂട്ടിച്ചേർക്കുകയാണ്. അപ്പോൾ എന്താ സംഭവിക്കുക? അതായത് ഈ ആളുകൾ എങ്ങനെയാണ് ഈ ലീഡറിനെ ചൂസ് ചെയ്യാൻ പോണത്, എങ്ങനെയാണ് അവരവിടെ നിയമങ്ങൾ കൊണ്ടുവരിക അവർ ഈ നാട്ടിൽ, അപ്പോൾ അതൊക്കെ തീരുമാനിക്കുകയാണ്. അപ്പോൾ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പവർ കൊടുക്കുകയാണ്. എവിടെ നിന്ന്? ആളുകളിൽ നിന്നും തന്നെ. ഡയറക്റ്റ്ലി ആയിട്ടും ഇൻഡയറക്റ്റ്ലി ആയിട്ടും ആളുകൾ തന്നെ എന്ത് ചെയ്യാണ്? ഒരു പവർ അവിടെ വരുത്താണ്. ഈ രാജാവിനെ വേണ്ടാന്ന് ഇവർ തീരുമാനിക്കുകയാണ്. അങ്ങനെ ഈ ഗ്രാമത്തിൻ്റെ പേര് നമുക്ക് വിശാഖപട്ടണം എന്നിടാം. ഈ വിശാഖപട്ടണം ഗ്രാമത്തിൽ എല്ലാവരും എന്ത് ചെയ്യാണ്? ഒരു ലീഡറിനെ ചൂസ് ചെയ്യാണ്. അപ്പോൾ അവിടെ നടപ്പിലാക്കേണ്ട റൂൾസ്, അതായത് നിയമങ്ങളും ലോസും റൂൾസും ഒക്കെ എന്താണ് എന്നുള്ളത് അവർ അവിടെ തീരുമാനിക്കുകയാണ്. ഇതിനെയാണ് പറയുന്നത് ഡെമോക്രസി. അതായത് ഡെമോക്രസി എന്ന് പറഞ്ഞാൽ തന്നെ ശരിക്കും ആളുകൾ തന്നെ ഉണ്ടാക്കുന്നത്. അതായത് ഡെമോക്രസി ഈസ് ഫോർ ദ പീപ്പിൾ ബൈ ദ പീപ്പിൾ ഓഫ് ദ പീപ്പിൾ എന്ന് പറയില്ലേ. അപ്പോൾ ആളുകൾ തന്നെയാണ് ഇവിടെ നിയമം ഉണ്ടാക്കുന്നതും ആളുകൾക്ക് വേണ്ടിയിട്ട് തന്നെയാണ് ഇവിടെ നിയമങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ രാജാവിനെ വലിച്ചെറിഞ്ഞ് കളഞ്ഞിട്ട് ഇത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഈ വിശാഖപട്ടണം എന്ന് പറഞ്ഞ ഗ്രാമത്തിലെ ആൾക്കാർ എന്ത് ചെയ്യണം? തീരുമാനിക്കുകയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് എന്നുള്ള വാക്ക് പറഞ്ഞില്ലേ. ഈ ഡെമോക്രാറ്റിക്, അതായത് ഇദ്ദേഹത്തിൻ്റെ പെയിൻറ്റിങ്ങിൽ ഈ ഫ്രെഡറിക് സൊറിയോ പെയിൻറ്റിങ്ങിൽ ഉദ്ദേശിച്ചത് എന്താണ്? ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ആയിട്ടുള്ള രാജ്യം എന്നാണ് അയാൾ സ്വപ്നം കാണുന്നത്. ഇപ്പോൾ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് എന്താണ്? പീപ്പിളാണ് അവിടുത്തെ, ആ നാട്ടുകാരാണ് അവിടുത്തെ അൾട്ടിമേറ്റ് പവർ. അവർക്കാണ് എല്ലാം തീരുമാനിക്കാനുള്ള പവർ. അതേപോലെ തന്നെ ഈ ലീഡേഴ്സിനെ അവരെന്ത് ചെയ്യാണ്? അവർ തന്നെ വോട്ട് ചെയ്ത് എലക്ട് ചെയ്ത് എടുക്കുകയാണ്. പിന്നെ അവർക്ക് തന്നെ എന്തുണ്ട്? എല്ലാം ചെയ്യാനുള്ള, ന്യായമായിട്ട് ചെയ്യാനുള്ള അധികാരങ്ങളും സ്വാതന്ത്ര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇതൊക്കെ ഉൾപ്പെടുത്തുമ്പോഴാണ് ഒരു രാജ്യം ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ആണെന്ന് പറയണത്. മനസ്സിലായ? അപ്പോൾ ആദ്യത്തെ ആ ഫ്രെഡറിക് സീറോൻ്റെ പെയിൻറ്റിങ്ങിലത്തെ ആദ്യത്തെ ഒരു സംഭവമാണ് ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്. ആ വേർഡ് കീ വേർഡായിട്ട് നിങ്ങൾ എഴുതി വെക്കണം. കാരണം ഈ ഫ്രെഡറിക് സീറോൻ്റെ ഈ ഒരു സംഭവം വന്നാൽ ഉറപ്പായിട്ടും ഈ വേർഡാണ് നിങ്ങൾ എഴുതേണ്ടത്, മാർക്ക് വീഴുക. അപ്പോൾ ഫ്രെഡറിക് സീറോൻ്റെ പെയിൻറ്റിങ്ങിലത്തെ ഫസ്റ്റ് വേർഡ് ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്. അദ്ദേഹം ആഗ്രഹിച്ചിരുന്ന ഒരു രാജ്യം എങ്ങനെയായിരിക്കണം?
ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ആയിരിക്കണം. അപ്പോൾ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇനി അടുത്തതാണ് സോഷ്യൽ റിപ്പബ്ലിക്. എന്താണ് സോഷ്യൽ റിപ്പബ്ലിക്? അപ്പോൾ ഈ വിശാഖപട്ടണം എന്ന് പറഞ്ഞ ആ വില്ലേജിൽ കുറേ പേര് പാവപ്പെട്ടവരും കുറേ പേര് നല്ല പണക്കാരും ധനികരും ഒക്കെയാണ്. ഈ പണക്കാർക്ക് നല്ല വലിയ വലിയ വീടുകളുണ്ട്, ധാരാളം ഭക്ഷണങ്ങളുണ്ട്. പക്ഷേ ഈ പാവപ്പെട്ടവർക്ക് ഭക്ഷണവും ഇല്ല, അവർക്ക് മര്യാദക്കൊരു വീടും ഇല്ല, ഒന്നുമില്ല. അപ്പോൾ ഒരു ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്കിന് ഇതെന്ത് ചെയ്യാൻ പറ്റില്ല, സോൾവ് ചെയ്യാൻ പറ്റില്ല ഈ പ്രോബ്ലം. അവിടെയാണ് സോഷ്യൽ റിപ്പബ്ലിക്. സോഷ്യൽ എന്ന് പറഞ്ഞാൽ തന്നെ അറിയില്ലേ, സോഷ്യലായിട്ട്. സോഷ്യൽ റിപ്പബ്ലിക്കിനാണ് ഈ കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റുക, പരിഹരിക്കാൻ കഴിയുക. സോഷ്യൽ റിപ്പബ്ലിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഫോക്കസ് ചെയ്യണത് എന്തുമല്ലാണ്, അവിടുത്തെ സിറ്റിസൻസ് എന്ന് പറഞ്ഞാൽ ആ ആളുകൾക്ക്, അവിടെ താമസിക്കുന്ന ആ ആളുകളുടെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, അതായത് അവരെ ഒന്ന് ഉയർത്താൻ, പാവങ്ങളെയും എന്താ പറയുക, കാശില്ലാണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് നല്ല സ്റ്റാൻഡേർഡുള്ള ഒരു ജീവിതം കൊടുക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന ഒരു ഉറപ്പ്. അതായത് ഇപ്പോൾ ഈ വിശാഖപട്ടണം എന്ന് പറയുന്ന ഈ ഗ്രാമത്തിൽ ലീഡേഴ്സൊക്കെ കൂടി തീരുമാനിക്കുകയാണ് നമുക്ക് എന്ത് ചെയ്യുക, ഒരു ഫണ്ട് രൂപീകരിക്കുക. എവിടെ നിന്ന്, നമുക്ക് കിട്ടുന്ന ടാക്സുകളിൽ നിന്നോ കാര്യങ്ങളിൽ നിന്നൊക്കെ കാശ് എടുത്തിട്ട് നമുക്കൊരു നല്ലൊരു സ്കൂള് പണിയാം, കുട്ടികൾക്ക് പഠിക്കാൻ നല്ലൊരു സ്കൂള്, പിന്നെ അതേപോലെ തന്നെ നല്ലൊരു ഹോസ്പിറ്റൽ പണിയാം എല്ലാവർക്കും. അതായത് കാശ് കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് വന്ന് ചികിത്സ തേടാനുള്ളൊരു ഹോസ്പിറ്റൽ പണിയാം, പിന്നെ വീടില്ലാണ്ട് പറമ്പുകളൊന്നും ഇല്ലാണ്ട് നിൽക്കുന്ന ആളുകൾക്ക് പറമ്പ് കൊടുക്കാം എന്നൊക്കെ ഈ അവിടെ ഉള്ള കുറച്ച് ആളുകൾ തീരുമാനിക്കുകയാണ്, ലീഡേഴ്സൊക്കെ കൂടി തീരുമാനിക്കുകയാണ്. അതായത് ധനികരിൽ നിന്നും പാവങ്ങളിൽ നിന്നും, റിച്ചും പൂവറിൽ നിന്നുമുള്ള ആ ഒരു ഗ്യാപ്പ് കുറക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതിനെയാണ് സോഷ്യൽ റിപ്പബ്ലിക് എന്ന് പറയുന്നത്. അപ്പോൾ സോഷ്യൽ റിപ്പബ്ലിക് ആയിട്ടുള്ളൊരു ഗവൺമെൻറ് എന്താ ചെയ്യണത്, അവർ ഇന്നിക്വാലിറ്റി കുറക്കുകയാണ്, റെഡ്യൂസിങ് ഇന്നിക്വാലിറ്റി. അതായത് പാവങ്ങളും റിച്ചും പൂവറും തമ്മിലുള്ള ഗ്യാപ്പ് എന്ത് ചെയ്യാണ്, കുറക്കുകയാണ്. അതേപോലെ തന്നെ സോഷ്യലായിട്ടുള്ള വെൽഫെയറുകൾ, അതായത് വീട്, ഹോസ്പിറ്റൽസ്, കാര്യങ്ങൾ എല്ലാം കൊടുക്കുകയാണ് ഈ സിറ്റിസൻസിന്. അതേപോലെ തന്നെ എക്കണോമിക് ഇക്വാലിറ്റി എന്ത് ചെയ്യാണ്, എൻഷുർ ചെയ്യാണ് സോഷ്യൽ റിപ്പബ്ലിക്കിൻ്റെ പേരിൽ. അതായത് എല്ലാവർക്കും ഇടയിലും ഫെയറായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക കാര്യങ്ങളൊക്കെ. അല്ലാണ്ട് പാവപ്പെട്ടവർക്ക് മാത്രം അല്ലെങ്കിൽ പണക്കാർക്ക് മാത്രം അങ്ങനെയില്ല, അവരൊക്കെ ഒരേപോലെ ആക്കിയിടുന്നതിനാണ് സോഷ്യൽ റിപ്പബ്ലിക് എന്ന് പറയുന്നത്. അത്തരത്തിലുള്ളൊരു ഗവൺമെൻറ്റിനാണ് സോഷ്യൽ റിപ്പബ്ലിക് ഗവൺമെൻറ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് തിരിച്ച് ഫ്രെഡറിക് സുറോവിൻ്റെ പെയിൻറ്റിങ്ങിലേക്ക് വരാം. അദ്ദേഹത്തിൻ്റെ ഡ്രീം എന്തായിരുന്നു, ആ പെയിൻറ്റിങ്ങിൽ എന്താണ്, നമ്മുടെ ചാപ്റ്ററിലുള്ള പെയിൻറ്റിങ്ങിനെ കുറിച്ച് എന്താ പറയുന്നത്, അയാളുടെ വിഷൻ എന്ന് പറഞ്ഞത് ഒരു ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ആയിട്ടുള്ള സോഷ്യൽ റിപ്പബ്ലിക് ആയിട്ടുള്ള ഗവൺമെൻറ് ആയിരിക്കണം എന്നാണ് അദ്ദേഹത്തിൻ്റെ പെയിൻറ്റിങ്ങിൽ. അപ്പോൾ ആദ്യത്തെ പെയിൻറ്റിങ് നോക്കിയേ, ആ പെയിൻറ്റിങ്ങിൽ ലോങ് ട്രെയിൻ ഓഫ് പീപ്പിൾ, അതായത് കുറേ നിരനിരായിട്ട് പീപ്പിൾ ഇങ്ങനെ നടന്നു വരുന്നില്ലേ, എവിടെ നിന്നാണ്, യൂറോപ്പിൽ നിന്നും അമേരിക്കയിൽ നിന്നും. ഡിഫറെൻറ്റ് നാഷണാലിറ്റീസാണ് അവർ, പക്ഷേ അവർ സ്വന്തം ഫ്ലാഗുകളായിട്ട്. യൂറോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഫ്രാൻസ് ഉണ്ട്, ജർമ്മനി ഉണ്ട്, എന്താ പറയുക, ഇറ്റലി ഉണ്ട്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ രാജ്യങ്ങൾക്കും ഓരോ ഫ്ലാഗുകളല്ലേ. അപ്പോൾ ഇത്തരത്തിലുള്ള വ്യത്യസ്തമായിട്ടുള്ള ഫ്ലാഗുകളായിട്ട് അവർ നാഷണൽ കോസ്റ്റ്യൂംസ് ഒക്കെ ധരിച്ചിട്ട് അവർ മാർച്ച് ചെയ്യുകയാണ്. എങ്ങോട്ടേക്ക്, സ്റ്റാച്യു ഓഫ് ലിബർട്ടിയിലേക്ക് വരികയാണ്. ഇനി മേലെ കാണാൻ നിങ്ങൾക്ക് ക്രൈസ്റ്റ്, പിന്നെ അതേപോലെ തന്നെ കുറേ മാലാഖമാർ, ഏഞ്ചൽസ്, സെയിൻറ്റ്, അവരെല്ലാം താഴോട്ട് നോക്കി നിൽക്കുകയാണ്. ബ്ലെസ് ചെയ്ത് ഈ വേൾഡിനെ, പുതിയൊരു വേൾഡിനെ ബ്ലെസ് ചെയ്ത് നോക്കി നിൽക്കുകയാണ്. ഇനി നമുക്ക് അടുത്തൊരു വേർഡ് നോക്കാം, നാഷണലിസം. എന്താണ് നാഷണലിസം? യൂറോപ്പ് മുമ്പ് രാജാക്കന്മാർ ഭരിച്ചിരുന്ന കിങ്ഡംസും എംപറേഴ്സ് ഭരിച്ചിരുന്ന എംപയേഴ്സും ആയിരുന്നു. അവിടെ ആളുകൾ ജർമ്മൻകാരുണ്ടാവും, ഇറ്റാലിയൻകാരുണ്ടാവും, എല്ലാം ഉണ്ടാവും. അവർക്കൊക്കെ ഡിഫറെൻറ്റ് ലാംഗ്വേജസ് ആയിരുന്നു, ഡിഫറെൻറ്റ് ആചാരങ്ങൾ, കസ്റ്റംസ് ഒക്കെ ആയിരുന്നു. അവരെ രാജാക്കന്മാരും വ്യത്യസ്തരായിരുന്നു. അപ്പോൾ അതിനാണ് നാഷണലിസം എന്ന് പറയാം. ഒന്നും കൂടി നാഷണലിസം എന്താണെന്ന് ഒരു കഥ പോലെ പറഞ്ഞു തരാം. നിങ്ങൾ ഒരു വില്ലേജിൽ, ഒരു ഗ്രാമത്തിൽ താമസിക്കുകയാണെന്ന് വിചാരിക്കുക. ആ വില്ലേജിൽ എല്ലാവരും ഒരേ ഭാഷയാണ് സംസാരിക്കുന്നത്, ഒരേ ലാംഗ്വേജ്, ഒരേ ഫെസ്റ്റിവൽസാണ് സെലിബ്രേറ്റ് ചെയ്യണത്, ഒരേ ഹിസ്റ്ററിയാണ്, പഴയ കഥകളും ഒക്കെ അവർക്കെല്ലാം സെയിം ആയിരുന്നു. എല്ലാവർക്കും ഒരേ ബിഗ് ഫാമിലി മാതിരിയാണ് ആ വില്ലേജിൽ ഫീൽ ചെയ്തിരുന്നത്. അതായത് എല്ലാവരും കണക്റ്റഡ് ആയിരുന്നു, എല്ലാവരും ഒരേ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആയിരുന്നു, എല്ലാവർക്കും ഒരേ ലാംഗ്വേജ് ആയിരുന്നു. ഇതിനെയാണ് പറയണത് നാഷണലിസം. എന്നാൽ നാഷണലിസത്തിൻ്റെ മുമ്പുള്ള അവസ്ഥ എന്തായിരുന്നു? അവിടെ ഒരു രാജാവ് ഭരിച്ചിരുന്നു. അയാൾ വളരെ ദൂരത്തുനിന്നുള്ള
ഏതോ ഒരു ലാൻഡിലുള്ള ഒരു രാജാവായിരുന്നു. അദ്ദേഹം സംസാരിക്കുന്ന ഭാഷ തന്നെ ഡിഫറെൻ്റ് ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ കസ്റ്റംസ് അഥവാ ട്രഡീഷൻസ് ഒക്കെ ഡിഫറെൻ്റ് ആയിരുന്നു. പക്ഷേ വില്ലേജിലുള്ള ആൾക്കാരൊക്കെ ഒരേ ഭാഷ സംസാരിക്കുന്നത്. പക്ഷെ ഒരു കണക്ഷനില്ല ഈ വില്ലേജേഴ്സിനും ഈ രാജാവുമായിട്ടും. അതായത് രണ്ടും വ്യത്യസ്ത ടൈപ്പ് ആൾക്കാരായിരുന്നു. അപ്പോൾ വില്ലേജിലുള്ള ആൾക്കാരോട് നമുക്കൊരു അടുപ്പവും കാര്യങ്ങളൊക്കെ തോന്നുന്നുണ്ട്, പക്ഷെ രാജാവിനോടില്ല. ഇതാണ് നാഷണലിസത്തിന് മുമ്പുള്ള അവസ്ഥ. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ രാജാവും രാജഭരണവും ഒക്കെ മാറ്റിയിട്ട് എല്ലാവർക്കും വളരെയധികം ആളുകൾക്ക് യൂസ്ഫുള്ളായിട്ടുള്ളൊരു ഗവൺമെൻറ് വരണം, സോഷ്യൽ റിപ്പബ്ലിക് ആയിട്ടുള്ള ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ആയിട്ടുള്ള ഒരു ഗവൺമെൻറ് വരണം എന്നാണ് ഫ്രെഡറിക് സൊറിയോ ഈ പെയിൻറ്റിങ്ങിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൽ നിന്നുള്ള 3 വേർഡ്സും അതിൻ്റെ മീനിങ്ങും നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുമല്ലോ. സോഷ്യൽ റിപ്പബ്ലിക് എന്താണ്, ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് എന്താണ്, നാഷണലിസം എന്താണെന്നുള്ളത്. നാഷണലിസം എന്ന് പറയുമ്പോൾ ഈ വില്ലേജിലത്തെ കഥ ആലോചിക്കുക, അവിടെ ഉണ്ടായിരുന്ന ഒരേപോലത്തെ ഭാഷ സംസാരിക്കുന്ന കാര്യം. അപ്പോൾ നാഷണലിസം നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാവണം, എന്താണ് നാഷണലിസം എന്ന്. ഇനി നമുക്കൊരു വേർഡും കൂടി പഠിക്കാം, ഫ്രഞ്ച് റെവല്യൂഷൻ. എന്താണ് ഫ്രഞ്ച് റെവല്യൂഷൻ? ഈ നാഷണലിസം എന്ന് പറഞ്ഞ സംഭവം യൂറോപ്പിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരു ആളിക്കത്തിയ മാതിരിയുള്ള സംഭവമാണ് ഫ്രഞ്ച് റെവല്യൂഷൻ. അതായത് ഫ്രാൻസിൻ്റെ ഞാൻ ഇട്ടേക്കണേ പാരീസ് കണ്ട, പാരീസ് ഫ്രാൻസിലാണുള്ളത്, അത് ഓർമ്മയിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ഫ്രഞ്ച് പീപ്പിൾ, ഫ്രാൻസിലുള്ള ആൾക്കാരാണ് ഫ്രഞ്ച് പീപ്പിൾ എന്ന് പറയുന്നത്. ഈ ആളുകൾ മൊത്തത്തിൽ അവർക്ക് മതിയായി, അവർ ടയേർഡായി. ആരെ കൊണ്ട്? ഈ കിങ്ങിനെ കൊണ്ട്. അയാളുടെ പവറും അയാൾ ടാക്സ് വളരെ അൺഫെയർ ആയിട്ട് മേടിക്കുക കൊടുക്കുക എല്ലാം കൊണ്ട് മൊത്തത്തിൽ അവിടെ പ്രശ്നമായിട്ട് വന്നപ്പോൾ ആളുകൾ എന്ത് ചെയ്തു? കിങ്ങിൽ നിന്നും രാജാവിൽ നിന്നും സിറ്റിസണിലേക്ക് ഷിഫ്റ്റ് ചെയ്യിപ്പിച്ചു. അതായത് അവിടെ രാജഭരണം ഇനി വേണ്ട, പവർ എവിടെ നിന്ന് ഷിഫ്റ്റ് ചെയ്തു? കിങ് മതി, ഇനി ആളുകൾ പീപ്പിൾ ഭരിക്കട്ടെ. അതേപോലെ തന്നെ അവർ പുതിയൊരു 3 കളറുള്ള ഫ്ലാഗ് ചൂസ് ചെയ്ത് കൊണ്ടുവന്നു. ട്രൈ കളർ ഫ്ലാഗ് എന്ന് അതിനെ പറയാം. അതായത് 3 കളറുള്ള ഫ്ലാഗ്. പഴയ രാജാവിൻ്റെ ഫ്ലാഗൊക്കെ മാറ്റിയിട്ട് പുതിയ 3 കളറ് ഉള്ള ഒരു ഫ്ലാഗ് അങ്ങോട്ട് കൊണ്ടുവന്നു. പുതിയ നാഷണൽ ആന്തം കൊണ്ടുവന്നു. പുതിയ പാട്ടുകൾ അവർ നാഷണൽ ആന്തം ആക്കി. പുതിയ ഓത്ത് എടുത്തു, പ്ലെഡ്ജ് എടുത്തു നേഷന് വേണ്ടിയിട്ട്. ഒരു ലാംഗ്വേജ് ആക്കി അവർ കൊണ്ടുവന്നു. അതായത് പല പല ലാംഗ്വേജ് ഒന്നും ഇനി നമ്മുടെ നാട്ടിൽ വേണ്ട, ഒരൊറ്റ ലാംഗ്വേജ് മതി. ഇതൊക്കെയാണ് എന്ത് ഫ്രഞ്ച് റെവല്യൂഷനിലത്തെ സംഭവങ്ങൾ. ഇതൊക്കെ ഈ നാഷണലിസം കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, നാഷണലിസം ഞാൻ പറഞ്ഞില്ലേ, ഒരേ ലാംഗ്വേജ്, ഒരേ കസ്റ്റംസ്, ഒരേ ട്രഡീഷൻസ് എല്ലാം ഒരേപോലെ, ഫ്ലാഗ് എല്ലാം ഒരേപോലെ ആക്കിയിട്ട് കൊണ്ടുവരുന്നതിനാണ് നാഷണലിസം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് രാജാവിൽ നിന്ന് മാറിയാലല്ലേ ഇതൊക്കെ റെഡിയാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അവിടെ വന്ന വിപ്ലവത്തിനെ ഇങ്ങനെ പറയുന്നത് ഫ്രഞ്ച് റെവല്യൂഷൻ. ഇനി വീഡിയോ കുറച്ച് ലോങ് ആയതുകൊണ്ട് നെക്സ്റ്റ് പാർട്ടിൽ അപ്ലോഡ് ചെയ്യാം, നെക്സ്റ്റ് പാർട്ട് കാണുക.